ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ പെർഫെക്ഷനിൽ അതേ ടേസ്റ്റിൽ ഒരു ചില്ലി ബീഫാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബീഫൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഞാൻ 1/2 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് വെന്ത ശേഷം ഈ ബീഫ് വേവിച്ച വെള്ളം ഒന്ന് മാറ്റി വയ്ക്കണം. നമ്മൾ ബീഫ് മാത്രമാണ് എടുക്കുന്നത്, കഴിഞ്ഞ് ഈ വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ച് ബീഫ് വേവിക്കുമ്പോൾ വെള്ളം വെച്ചാൽ മതി. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കോൺഫ്ലോറിനൊപ്പം മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൽ മൈദ ചേർക്കുന്നില്ല, പകരം 1 ടേബിൾ സ്പൂൺ കൂടി കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്ത ശേഷം ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ എണ്ണ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. എണ്ണ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കരുത്, വേറെ ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഇനി ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഞാൻ ഈ മാഗ്നറ്റ് ചെയ്ത് വെച്ച ബീഫൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ അതാ ഞാൻ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ ബീഫ് ഫ്രൈ ചെയ്ത അതേ എണ്ണയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ നിറമൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ട് ഞാനൊരു 4 പച്ചമുളക് കീറിയത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നിറമൊന്നും മാറേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് സവാളയും ക്യാപ്സിക്കവും സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത ശേഷം ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈ ക്യാപ്സിക്കവും സവാളയൊന്നും വഴണ്ട് പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ആ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. ഇത് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോകാനോ വഴണ്ട് പോകാനോ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ ടൊമാറ്റോ സോസ്, അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോയും ചില്ലിയും കൂടെ ചേർന്ന സോസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ നന്നാക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലോട്ട് വീണ്ടും ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ബീഫിൽ ഉപ്പിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഗ്രേവിയിൽ ആവശ്യമുള്ള ഉപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കാശ്മീരി ചില്ലി വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി ഇത്രയും ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചപ്പോൾ മാറ്റി വെച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതൊന്ന് കുറുകി കിട്ടാനായിട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് മിക്സാക്കി എടുത്തതാണ്. അതുകൂടെ നമുക്ക് ഈ ഒരു കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർത്ത ശേഷം നന്നാക്കി മിക്സാക്കി എടുക്കണം. കാരണം നമ്മൾ കോൺഫ്ലോർ ചേർത്ത ഉടനെ തന്നെ നമ്മുടെ ഈ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി തുടങ്ങും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേവിയുടെ കട്ടിക്കനുസരിച്ച് കുറുക്കിയെടുക്കാം. ഇനി കട്ടി കൂടുതലാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഗ്രേവിക്ക് ഇത്രയും കട്ടിയുടെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ അതിലോട്ട് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കുവാണ്. ഗ്രേവിയുടെ ആ ഒരു തിക്നെസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാലും വീണ്ടും ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് ഈ ഗ്രേവി വരും. ഇപ്പോൾ നമ്മുടെ ഗ്രേവി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി റെഡിയാക്കി വെച്ചിരുന്ന ബീഫ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ബീഫൊക്കെ ഇട്ട ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മുടെ ബീഫൊക്കെ ഈ ഒരു ഗ്രേവിയിൽ നന്നായിട്ട് മൂടി വരുന്ന രീതിയിൽ നന്നായിട്ട് മിക്സാക്കി എടുക്കാം.
വളരെ എളുപ്പമാണ് ഈ ഒരു ചില്ലി ബീഫ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കി ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഈ മല്ലിയിലയ്ക്ക് പകരം സ്പ്രിംഗ് ഓണിയൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മല്ലിയില ചേർത്ത് കൊടുത്തത്. ഇതിന് ഏറ്റവും കോമ്പിനേഷൻ സ്പ്രിംഗ് ഓണിയനാണ്. അപ്പോൾ അത്ര ഇട്ട് കൊടുത്ത ശേഷം നന്നാക്കി ഒന്ന് ഞാൻ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് കിട്ടുമ്പോൾ കുറച്ചും കൂടെ കളറൊക്കെ കാണും. അത് അവർ ഒന്നുകിൽ കാശ്മീരി ചില്ലി പൊടി കൂടുതൽ ചേർക്കും, അതും അല്ലെങ്കിൽ ഫുഡ് കളർ കൂടുതൽ ചേർക്കുന്നുണ്ടാണ്. ഇതിപ്പം നമ്മൾ വീട്ടിൽ ആവശ്യത്തിന് ഉണ്ടാക്കിയതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതിൽ കളറോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ നല്ല എളുപ്പമാണ് ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അയക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബായ്.